ബാഗേശ്വർ ധാം പീഠേശ്വർ ധീരേന്ദ്ര ശാസ്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചരണത്തിന് പോയ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ആക്രമിച്ചത് വലിയൊരു കലാപമായി മാറിയിരിക്കുന്നു. നേപ്പാളിലെ സൺസാരി ജില്ലയിലാണ്. ഈ നേപ്പാളിലെ സൺസാരി ജില്ല എന്ന് പറയുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തികൾ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ കലാപം, ഈ കലാപകാരികൾ വെടിവെച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഈ പ്രാണപ്രതിഷ്ഠ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ രീതിയിലുള്ള സംഘർഷം നേരത്തെ നടന്നിരുന്നു. ജീവൻ മേത്ത എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തനം അതീവ ഗുരുതരമായ നിലയിലാണ്. ഇയാൾക്ക് വെടിയേറ്റതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഈ നേപ്പാൾ അതിർത്തി ജില്ലകളിൽ ഉടനീളം ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു വമ്പൻ പ്രതിഷേധ റാലി ഈ ഭാഗത്ത് ഇപ്പോൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത് ഏത് പ്രതിബന്ധമുണ്ടായാലും ഏപ്രിൽ 17 തന്നെ ബാഗേശ്വർ ധാം പീഠേശ്വർ ധീരേന്ദ്ര ശാസ്ത്രിയുടെ പരിപാടി നടക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് സജാദ് അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ആവശ്യം. ഈ സംഘർഷം ഒരുപക്ഷെ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ അതിർത്തിയിൽ നിതാന്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ സംഘർഷത്തിന്റെ വീഡിയോ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാവുന്നതാണ്.